بسم الله الرحمن الرحيم إن الذين هم من خشية ربهم مشفقون والذين هم بآيات ربهم يؤمنون والذين هم بربهم لا يشركون. وأيضا قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയ സത്യവിശ്വാസി വിശ്വാസിനികളെ, പടച്ചനാഥൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അഖില മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കികളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഹ്ലാദത്തോടെയും ആനന്ദത്തോടെയും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ മന്ദിരത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ വേദനകളില്ലാത്ത, പ്രതിസന്ധികളും ടെൻഷനുമില്ലാത്ത അനശ്വരമായ അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു മനുഷ്യൻ്റെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കുക എന്നുള്ളതാണ്. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അനുചരന്മാരുമായി ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന ഒരു സാഹചര്യം. റസൂൽ തൻ്റെ അനുചരന്മാരെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് തൻ്റെ അനുചരന്മാരോട് പറഞ്ഞു: അയ്യുഹസ് സ്വഹാബ, അല്ലയോ എൻ്റെ സ്വഹാബത്തെ, നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞ് മടങ്ങി വന്നതൊരു ചെറിയ യുദ്ധമാണ്. ഇനി നാം മുന്നോട്ട് പോകുന്നത് ഇതിനേക്കാളും വലിയൊരു യുദ്ധത്തിലേക്കാണ് നാം മുൻപോട്ട് പോകുന്നത്. റസൂലിൻ്റെ സ്വഹാബത്ത് ചിന്തിച്ചു, ഈ യുദ്ധത്തിൽ നമുക്ക് പ്രിയപ്പെട്ടവരിൽ പലരും അള്ളാഹുവിൻ്റെ പരലോകത്തേക്ക് യാത്രയായി. പലർക്കും ശക്തമായ മുറിവുകളും വേദനകളും പ്രയാസങ്ങളുമുണ്ട്. ഇത്തരണത്തിൽ ഇനിയും വലിയൊരു യുദ്ധമോ? ആ സമയത്താണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അനുചരന്മാരോട് പറഞ്ഞത്, ആ യുദ്ധം ആയുധങ്ങളുമായിട്ടുള്ള സംഘട്ടനമല്ല, ആ യുദ്ധം ശത്രുക്കളുമായിട്ടുള്ള ഒരു വലിയ സംഘട്ടനമല്ല. നാം ഓരോരുത്തരുടെയും മനസ്സുകളോടുള്ള, ശരീരത്തിൻ്റെ ഇച്ഛകളോടുള്ള ഒരു യുദ്ധമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അനുചരന്മാരെ ഓർമ്മപ്പെടുത്തി. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ മന്ദിരത്തിൽ നാം ഒരുമിച്ച് കൂടുമ്പോൾ പ്രാർത്ഥനകളോടെ, വളരെ സൂക്ഷ്മതയോടെ, വളരെ തഖ്വയോടുകൂടി അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ മസ്ജിദിൽ നാം വളരെ ഭക്തിയോടുകൂടി നിലകൊള്ളുന്നു. എന്നാൽ ഈ ഭക്തിയും ഈ ആത്മീയതയും ഈ പള്ളിയുടെ ഓരോ സ്റ്റെപ്പുകളും ഇറങ്ങി പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ആത്മീയത അവിടം കൊണ്ട് തീർന്നു പോകാൻ പാടില്ല. നാം ഒരു കച്ചവടക്കാരനാണ്,
ഒന്ന് സങ്കല്പിച്ചു നോക്കുക, പ്രഭാത നമസ്കാരത്തിനു ശേഷം ഉദാഹരണമായി ഈ ആറ്റിങ്ങൽ ടൗണിൽ ഒരു വലിയ ഹോട്ടലുണ്ട്. തൻ്റെ ഹോട്ടലിലെ ഒരു ജീവനക്കാരൻ പറഞ്ഞു, നമ്മുടെ ഹോട്ടലിലെ ആവശ്യത്തിന് വേണ്ടി വാങ്ങി നിർത്തിയ ആട് രോഗം വന്ന് മരിച്ചുപോയി. എന്ത് ചെയ്യണം സാർ? ആ സമയത്ത് നമസ്കാരം കഴിഞ്ഞു വരുന്ന ആദ്യത്തെ പ്രഭാതത്തിലെ ഫോണാണ്. നീ അതിനെ പെട്ടെന്നൊന്ന് കട്ട് ചെയ്ത് അതിനെ കഷണങ്ങളാക്കി ഉച്ചത്തെ ബിരിയാണിക്ക് വേണ്ടി മാറ്റ്. എന്നിട്ടും ആ കടയിലെ ജീവനക്കാരൻ പറഞ്ഞു, സാർ ഇത് ചിലപ്പോൾ ഫുഡ് പോയിസൺ വരും, പ്രശ്നങ്ങൾ വരും, അതൊന്നും നീ നോക്കണ്ട. കാരണം ഞാൻ 10,000 രൂപ കൊടുത്ത് വാങ്ങിയതാണ്, ആ കാശ് നീ എനിക്ക് തരാൻ പറ്റുമോ? ചുരുക്കത്തിൽ പ്രിയമുള്ളവരെ, നമ്മുടെ പള്ളിയുടെ ഉള്ളിൽ ഒരു ആത്മീയതയും പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റൊരു ആത്മീയതയുമാണോ? ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ. ഒരു പ്രവാസിയായ സഹോദരൻ വീട് വേണമെന്ന വലിയ സ്വപ്നത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനെ ഒരു വീട് പണിയുവാൻ വേണ്ടി ഏൽപ്പിച്ചു. 10-30 ലക്ഷത്തോളം രൂപ തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിലേക്ക് അദ്ദേഹം അയച്ചു കൊടുത്തു. അദ്ദേഹം കണ്ടിരുന്നൊരു വലിയ സ്വപ്നഭവനമായിരുന്നു. പക്ഷേ തൻ്റെ സുഹൃത്ത് അയച്ചു കൊടുത്ത 10-30 ലക്ഷം രൂപയിൽ നിന്ന് ഒരു 10 ലക്ഷം രൂപ തൻ്റെ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയപ്പോൾ തൻ്റെ സുഹൃത്ത് അറിഞ്ഞിട്ടില്ല, സ്വന്തം ഭാര്യയും മക്കളും അറിഞ്ഞിട്ടില്ല. പക്ഷേ ആ സുഹൃത്തിനെ കബളിപ്പിച്ചുകൊണ്ട് 10 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ മേളിൽ ഒരു നാഥൻ കാണുന്നുണ്ട് എന്ന ബോധ്യമുണ്ടെങ്കിൽ, ഈ തഖ്വയും സൂക്ഷ്മതയുമുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, ഒരു രൂപ പോലും മറ്റൊരാളിൽ നിന്ന് നമുക്ക് അപഹരിക്കാൻ കഴിയുകയില്ല. നമ്മുടെ ഹൃദയത്തിന് ചൊറിച്ചിലുണ്ടാകും, ഹൃദയത്തിന് അസ്വസ്ഥതയുണ്ടാകും. മറ്റൊരാൾക്കൊരു രൂപ നാം കൊടുക്കാനുണ്ട് എങ്കിൽ, മാർക്കറ്റിലേക്ക് പോയപ്പോൾ 10 രൂപ നാം ഒരാൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ, രാത്രിയിൽ ഉറങ്ങാൻ നേരത്തെ ഭാര്യയോട് പറയും, മാർക്കറ്റിൽ ഇന്നയാൾക്ക് ഞാൻ 10,000 രൂപ കൊടുക്കാനുണ്ട്. ഞാൻ മരണപ്പെട്ടു പോയാൽ ആ 10,000 രൂപ കൊടുത്തിട്ട് വേണം എൻ്റെ ശവമഞ്ചം, എൻ്റെ മയ്യത്ത് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ഈമാനുള്ള തഖ്വയുള്ള ഒരു വിശ്വാസി പറയും. പ്രിയമുള്ളവരെ, സമകാലിക സാഹചര്യം ആത്മീയതയും ഭക്തിയും തഖ്വയുമെല്ലാം പള്ളികളിലും ആരാധനാ കേന്ദ്രങ്ങളിലും ഒതുങ്ങിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ മഹില മേഖല കച്ചവടമാകട്ടെ, വിവാഹമാകട്ടെ, മക്കളുടെ വിദ്യാഭ്യാസമാകട്ടെ, സാഹോദര്യ ബന്ധമാകട്ടെ, എല്ലാം ഒരു കച്ചവട താല്പര്യത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് നേടിയെടുക്കണമെന്നുള്ളൊരു രൂപത്തിലേക്ക് മാറുമ്പോൾ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ ഇച്ഛകളെ ഒതുക്കി നിർത്താൻ കഴിയണം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു മാജയും തുർമിദിയും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവാചക വചനം, ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മനിൽ ഖൈസ്, ആരാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്നറിയുമോ? അൽ ഖൈസ് മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. യഥാർത്ഥ ബുദ്ധിമാൻ, യഥാർത്ഥ ആലോചനാ ശേഷിയുള്ള മനുഷ്യൻ, തൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്താഗതിയുള്ള മനുഷ്യൻ ആരാണെന്നറിയുമോ? അൽ ഖൈസ് മൻ ദാന നഫ്സഹു, തൻ്റെ ശരീരത്തിൻ്റെ ഇച്ഛകളെ, തൻ്റെ ശരീരത്തിൻ്റെ ആർത്തികളെ, തൻ്റെ ശരീരത്തിൻ്റെ വികാര വിചാരങ്ങളെ നിയന്ത്രിച്ച് ഒതുക്കി നിർത്തുകയും അതിനാൽ കടിഞ്ഞാനിടുകയും വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണാനന്തരം എൻ്റെ ആത്മാവ് വേർപെടുമ്പോൾ, എൻ്റെ മക്കളും പേരമക്കളും എനിക്ക് ചുറ്റും കൂടി നിൽക്കുന്ന ഒരു സമയത്ത് ആത്മാവ് വേർപെടുന്ന ഒരു സമയമുണ്ട്. ആ സമയം മുതൽ എനിക്ക് സമാധാനവും ശാന്തിയും സ്വസ്ഥതയും എൻ്റെ ജീവിതത്തിൽ അങ്ങോട്ടുണ്ടാകണം. അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകണമെങ്കിൽ പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു പരലോകമുണ്ട് എന്നും മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നും ഇതൊക്കെ കാണുന്ന ഒരു റബ്ബ് എൻ്റെ മേളിൽ എൻ്റെ റബ്ബ് നിരീക്ഷിക്കുന്നുണ്ട് എന്നുമുള്ള ദൃഢമായ ബോധ്യമുണ്ട് എങ്കിൽ മാത്രമേ അത്തരമൊരു ചിന്തയുണ്ടാവുകയുള്ളൂ. 6-7 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ഞാൻ ജുമാ നമസ്കാരത്തിനും
പറ്റുന്ന നമസ്കാരങ്ങൾക്കൊക്കെ ഞാൻ വരുന്നുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ എൻ്റെ സുഹൃത്തുക്കളുടെ സൗഹൃദ ബന്ധം തകർന്നു പോകാതിരിക്കാൻ അവരോടൊപ്പം മദ്യസൽക്കാരങ്ങളിൽ, ആഘോഷത്തിൻ്റെ സന്ദർഭങ്ങളിൽ ഞാൻ പങ്കുചേരുന്നു. എൻ്റെ സൗഹൃദങ്ങളിൽ തന്നെ ആൺ പെൺ സുഹൃത്തുക്കളുണ്ട്. പടച്ചവനെ കുറിച്ചുള്ള പേടിയുമുണ്ട്. പക്ഷേ പല സന്ദർഭങ്ങളിലും അവിഹിത ബന്ധത്തിലേക്ക് ഞാൻ ഏർപ്പെട്ടു പോകുന്നുണ്ട്. നന്നാകണമെന്ന് ആ സഹോദരന് ആഗ്രഹമുണ്ട്. പ്രിയമുള്ളവരെ, നാം ചിന്തിക്കേണ്ടത് ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ, ഒരു വ്യക്തിയെയും ഒരു സമൂഹത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു മാറ്റുകയില്ല. എനിക്ക് നന്നാകണം, എൻ്റെ തെറ്റായ ജീവിതം മാറണം, എൻ്റെ തെറ്റായ സമ്പാദ്യങ്ങൾ മാറണം, എൻ്റെ തെറ്റായ ചിന്താഗതികൾ മാറണം. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ, ഒരു വ്യക്തിയെയും ഒരു സമൂഹത്തെയും റബ്ബ് സുബ്ഹാനഹു വ തആല എടുത്തു മാറ്റുകയില്ല. പിന്നെ എങ്ങനെയാണ്? ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, നാം സ്വയം മാറ്റത്തിന് തയ്യാറാകാത്തിടത്തോളം കാലം റബ്ബൊരിക്കലും നമ്മെ എടുത്തു മാറ്റുകയില്ല. പ്രിയമുള്ളവരെ, ഈ ശരീരത്തിന്റെ ഇച്ഛകൾക്ക് നാം കീഴൊതുങ്ങിക്കൊടുക്കുന്നത് നമ്മുടെ ആത്മാവ് വേർപെടുന്നതിനെ കുറിച്ച്. അതെ, എൻ്റെ സുഹൃത്തുക്കളിൽ പലരും ഈ അടുത്ത് മരണപ്പെട്ടു. പക്ഷെ ഞാൻ ഈ കാലയളവിലൊന്നും മരണപ്പെടില്ല. ഈ ഭൂമി നിലനിൽക്കുന്നിടത്തോളം കാലം ഞാൻ ജീവിക്കുമെന്ന ഒരു മിഥ്യാധാരണ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ പിശാചുണ്ടാക്കി തരുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഏത് നിമിഷവും അല്ലാഹുവിലേക്ക് മരണപ്പെട്ടു പോകാം. മഞ്ചേരിയിലെ ഒരു ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ച 5 മനുഷ്യ ജീവനുകൾ അല്ലാഹുവിലേക്ക് യാത്രയാതെ നാം വായിച്ചവരാണ്. പ്രിയമുള്ളവരെ, ചെറിയ മക്കളും സ്ത്രീകളും. ആ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആ മജീദ് എന്ന സഹോദരൻ, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആ സഹോദരൻ 5 മക്കളാണ്. 4 ആൺമക്കളെയും വിവാഹം ചെയ്തു കൊടുത്തു. ഒരു മകളുടെ വിവാഹം കാണാൻ ആ മകളെ വരനിലേക്ക് കൈപിടിച്ച് കൊടുത്തുകൊണ്ട് യാത്രയാക്കാൻ വേണ്ടി ഒരുപാട് പ്രതീക്ഷ നമ്മുടെയൊക്കെ മക്കളുടെ വിവാഹത്തിൽ നമുക്കുണ്ടാകും. ആ പിതാവ് വീടിന്റെ മുന്നിൽ ഒരു പന്തലൊക്കെ ഇട്ടു മകളെ വിവാഹം ചെയ്തയക്കാൻ. തലേ ദിവസം അപകടം പറ്റി മരണപ്പെട്ടപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് സ്വന്തം മകളുടെ വിവാഹം നടക്കേണ്ട പന്തലിലാണ് ആ സഹോദരന്റെ മയ്യത്ത് കൊണ്ടുവച്ചത്. നാം ചിന്തിക്കണം, ആ സഹോദരൻ അല്ലാഹുവിലേക്ക് യാത്രയായി. പക്ഷേ നമ്മയാണത് ചിന്തിപ്പിക്കേണ്ടത്, നമ്മയാണത് ആലോചിക്കേണ്ടത്. ഒരുപാട് കാലമുണ്ട് എന്ന് നാം ചിന്തിക്കുന്ന നമ്മുടെ ജീവിതം വളരെയധികം നൈമിഷികമാണ്, വളരെ കുറഞ്ഞൊരു കാലമാണ്. പ്രിയമുള്ളവരെ, ഓരോ വർഷങ്ങളും ഒരു മാസം പോലെയാകുന്നു. പരിശുദ്ധ റമദാൻ കഴിഞ്ഞിട്ട് നമുക്ക് ചിന്തിക്കുമ്പോൾ, ആലോചിക്കുമ്പോൾ ഇനിയുമുണ്ട് എന്ന് തോന്നും. 190 ദിവസം കഴിഞ്ഞാൽ റമദാനിലേക്ക് പ്രവേശിച്ചു. നമ്മുടെ ആയുസ്സിൽ നിന്ന് ഓരോ വർഷങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നു. ആ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയിലൂടെ ശരീരത്തിന്റെ ഇച്ഛകളെ, ശരീരത്തിന്റെ വിചാരങ്ങളെ, തെറ്റായ ധനസമ്പാദനങ്ങളെ ഒതുക്കി നിർത്താൻ നമുക്ക് കഴിയണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർത്തിയെടുത്ത റസൂലിന്റെ അനുചരന്മാർ ആ മരണാനന്തര ലോകത്തെക്കുറിച്ചുള്ള ദൃഢമായ വിശ്വാസവും മരണാനന്തര ലോകത്തേക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ഒരുമിച്ച് കൂട്ടിയവരായിരുന്നു. വിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത് ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മകളിൽ ധൃതിയാവുന്നവരായിരുന്നു, നല്ല കാര്യങ്ങളിൽ അവർ ധൃതിയാകുന്നവരായിരുന്നു. മാത്രമല്ല വഹും ലഹാ സാബിഖൂൻ, ആ നന്മകളിൽ മുൻകടന്ന് പ്രവർത്തിക്കുന്നവരായിരുന്നു റസൂലിന്റെ സ്വഹാബത്ത്. അവരുടെ ജീവിതം മഹാ അത്ഭുതമാണ്. നമുക്കൊക്കെയും അറിയാം, മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു, റോമക്കാരനായ ദരിദ്രനായ ഒരു മനുഷ്യൻ മക്കയിലേക്ക് വന്ന് കച്ചവടം ആരംഭിച്ചു. കച്ചവടം വർഷങ്ങൾ കഴിഞ്ഞപ്പോ മക്കയിലെ പേര് കേട്ട സമ്പന്നരുടെ ലിസ്റ്റിൽ മഹാനായ സുഹൈബ് റൂമിയുടെ പേരുമുണ്ട്. അന്ന് മക്കയിൽ അറിയപ്പെട്ട അംബാനിമാരെ പോലെയുള്ള വലിയ കച്ചവടക്കാരനായിരുന്നു മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് 2 സന്തോഷത്തിന്റെ വിജയങ്ങളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കടന്നു വന്നത്.
ഒന്ന്, അദ്ദേഹത്തിന്റെ കച്ചവടം നാൾക്കുനാലത് വളർന്നു വരികയാണ്. മറ്റൊന്ന്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ബഹുദൈവ ആരാധനകളെല്ലാം കൈയിഴിഞ്ഞുകൊണ്ട് ഏകനായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ ബാലപാഠം ഉൾക്കൊള്ളുകയും ആ തൗഹീദ് അനുസരിച്ചു കൊണ്ടുള്ള, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള അതിസൂക്ഷ്മമായ ജീവിതവും ആ മഹാനുഭാവൻ വളർന്നു വരികയാണ്. ചുരുക്കത്തിൽ ഈ രണ്ട് വളർച്ചകളും ഒരു നിർണായകമായ ഒരു ഘട്ടം. അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും മദീനയിലേക്ക് പലായനം ചെയ്യുന്നു. മക്കയുടെ ജീവിതം പ്രതിസന്ധികൾ നിറഞ്ഞ കൊടിയ പീഡനങ്ങളായപ്പോ മദീനയിലേക്ക് റസൂലിന്റെ സ്വഹാബത്ത് പലായനം ചെയ്തു. മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു രാത്രിയിലാണ് പലായനത്തിനു വേണ്ടി തയ്യാറാകുന്നത്. മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിനെ മക്ക മുശ്രിക്കുകൾ തടഞ്ഞു വെച്ചു. മക്കയിലെ പ്രമുഖന്മാരായ നേതാക്കന്മാർ മഹാനായ സുഹൈബ് റൂമിയെ തടഞ്ഞു വെച്ചിട്ട് പറഞ്ഞു, സുഹൈബ്, നിനക്ക് മദീനയിലേക്ക് പോകാം. മുഹമ്മദിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധ്യൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല എന്ന ആ തൗഹീദിന്റെ ആശയം താങ്കൾക്ക് ഉൾക്കൊള്ളാം. പക്ഷേ മക്കയിൽ നിന്ന് താങ്കൾ പോകുമ്പോ, റോമിൽ നിന്ന് മക്കയിലേക്ക് വരുമ്പോ ഒരു നയാ പൈസയ്ക്ക് പോക്കില്ലാത്ത ഒരു പിച്ചക്കാരനായി കൊണ്ടാണ് നീ മക്കയിലേക്ക് കടന്നു വന്നത്. ഇവിടെ നീ കച്ചവടം ചെയ്തിട്ടാണ് വലിയ സമ്പന്നനായത്. അതുകൊണ്ട് ഈ മക്കയിൽ സമ്പാദിച്ച മുഴുവൻ സമ്പാദ്യങ്ങളും ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് താങ്കൾക്ക് വെറും കയ്യോടെ മദീനയിലേക്ക് പോകാം. ഒരു അസന്നിഗ്ധ ഘട്ടം, രണ്ടനുഗ്രഹങ്ങൾ മുന്നിൽ നിൽക്കുമ്പോ ഏത് തിരഞ്ഞെടുക്കണം? നാം ഏത് തിരഞ്ഞെടുക്കുമെന്ന് ചിന്തിക്കണം. ഒരു പക്ഷേ ഇവിടുത്തെ പൗരത്വമാണോ അതല്ല പരലോകത്തിന്റെ പൗരത്വമാണോ നമുക്ക് വേണ്ടതെന്ന് നാം ചിന്തിക്കണം. പ്രിയമുള്ളവരെ, ഇവിടെ നാം ചിന്തിക്കേണ്ടത് മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു ഒരു താക്കോൽ കുമ്പാരം തന്റെ ശത്രുക്കളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. എന്റെ ഖജനാവുകൾ ഇന്ന ഭാഗത്തുണ്ട്, നിങ്ങൾ എടുത്തുകൊള്ളുക. ആ സമയം വീണ്ടും ശത്രുക്കൾ ചോദിക്കുകയാണ്, സുഹൈബ്, നിന്റെ കൈവശം ഒരു ചെറിയ പൊതിക്കഷണമുണ്ടല്ലോ, അതെന്താണ്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഈ യാത്രയിൽ, എനിക്ക് വഴിയാത്രയിൽ എന്തെങ്കിലും ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊതിയാണ്, അതുമിങ്ങ് തന്നേക്ക് എന്ന് പറഞ്ഞ് വെറും കയ്യോടെ, ചെരുപ്പുകൾ ധരിക്കാതെ, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് എനിക്ക് ഏറ്റവും വലുത്, എൻ്റെ സമ്പത്തിനേക്കാൾ, എൻ്റെ സമ്പാദ്യങ്ങളെക്കാൾ, എൻ്റെ ബിസിനസ്സിനേക്കാൾ എനിക്ക് വലുത് അല്ലാഹുവാണ് എന്ന ചിന്താഗതിയോടുകൂടി മദീനയിലേക്ക് പലായനം ചെയ്യുന്ന സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നാം അനുസ്മരിക്കുമ്പോൾ 2023 ഇത്തരമൊരവസ്ഥയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നതെങ്കിൽ നാം ഏത് തിരഞ്ഞെടുക്കുമെന്ന് ആത്മപരിശോധന ചെയ്യുക. പ്രിയമുള്ളവരെ, അവരുടെ ജീവിതം മഹാ അത്ഭുതമാണ്. മഹാനായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു അത്ഭുതകരമായ, ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു മനുഷ്യനാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മഹാനായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എനിക്ക് അധികാരം വേണ്ട, ഞാൻ ആരാധനകളും ഇബാദത്തുകളുമായി അങ്ങ് ഒതുങ്ങി കഴിഞ്ഞുകൂടാമെന്ന് മഹാനായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുമ്പോ, ഇല്ല സഈദ്, താങ്കൾ കൂഫയിലേക്കൊന്ന് പോകണം. കൂഫയിലെ ജനങ്ങൾ ഒരുപാട് പ്രശ്നക്കാരാണ്. അവരുടെ കയ്യിൽ ആരും ഒതുങ്ങുകയില്ല. അവരെ ഒതുക്കിയെടുക്കാനുള്ള സൗമ്യതയും സൗഹാർദ്ദതയും സഈദ് ഇബ്നു ആമിർ താങ്കൾക്കുണ്ട്. താങ്കൾ ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈയൊഴിയരുത്. മഹാനായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു കൂഫയുടെ ഗവർണറായിക്കൊണ്ട് മഹാനായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പോവുകയാണ്. ഒരു വർഷക്കാലം കഴിഞ്ഞിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ കൂഫയിലേക്ക് താൻ നിയോഗിച്ച ഗവർണറായ സഈദ് ഇബ്നു ആമിറിന്റെ ഭരണം എപ്രകാരമാണെന്ന് പരിശോധിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും വിളിച്ചുകൂട്ടി. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഗവർണർ എന്ന് ചോദിക്കുമ്പോൾ കൂഫക്കാരായ മനുഷ്യർ പറഞ്ഞു, നമുക്ക് ചില പരാതികളുണ്ട് അമീറുൽ മുഅ്മിനീൻ. എന്താണ് ആ പരാതി? മുമ്പിരുന്ന ഗവർണർമാരൊക്കെ രാത്രിയോ പകലോ എന്നില്ല, ഏതു സമയവും അവർ പരാതി കേൾക്കും.
സഈദ് ബിൻ ആമിർ, രാത്രിയിൽ ഞങ്ങളുടെ പരാതി കേൾക്കുകയില്ല. പിന്നീടൊരു കൂട്ടർ പറഞ്ഞു, ചില ദിവസങ്ങളിൽ അദ്ദേഹം രാവിലെ വൈകി മാത്രമേ 6 മണിക്ക് പ്രഭാത നമസ്കാരം കഴിഞ്ഞാൽ മുൻപിലുള്ള ഗവർണർമാർ വന്നിരുന്നുവെങ്കിൽ ഇദ്ദേഹം വൈകിയാണ് എത്തുന്നത്. മൂന്നാമതായിട്ട് അവർ പറഞ്ഞ പരാതി, അദ്ദേഹത്തോട് പറഞ്ഞു, ചില ദിവസങ്ങളിൽ അദ്ദേഹത്തെ പുറത്തേക്ക് കാണാനില്ല, എവിടെയാണെന്ന് അറിയില്ല സഈദ് ബിൻ ആമിർ. നാലാമതൊരു പരാതിയുണ്ട്, ഞങ്ങൾക്ക് പറയാൻ പ്രയാസമുണ്ട്, ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം ബോധരഹിതനായി താഴെ വീഴും. ഇത് കേട്ടപ്പോ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താണ് ഇതിന്റെ മറുപടി? മഹാനായ സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവർ പറഞ്ഞത് സത്യമാണ് അമീറുൽ മുഅ്മിനീൻ, താങ്കൾ അവർക്ക് മറുപടി കൊടുക്കണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു, ഞാൻ ഏൽപ്പിച്ച എൻ്റെ അനുചരന് ശർഈയായ മതപരമായ കാര്യങ്ങളല്ലാതെ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്ന ഒന്നും വന്നുപോകല്ലേ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. ഒന്നാമതായി ചോദിച്ചു, എന്താണ് താങ്കൾ രാത്രിയിൽ പരാതി കേൾക്കാത്തത്? മഹാനായ സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പകലന്തിയോളം ഞാൻ പണിയെടുത്തിട്ട് പാതിരാവിൽ എൻ്റെ റബ്ബുമായി എനിക്ക് സംസാരിക്കണം, എൻ്റെ റബ്ബിനോട് എനിക്ക് പ്രാർത്ഥിക്കണം, എൻ്റെ റബ്ബുമായി എനിക്ക് സംസാരിച്ചിരിക്കണം, ആ രാത്രി ഞാൻ ഒരാൾക്കും അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അൽഹംദുലില്ലാഹ് എന്ന ഹൃദയം കൊണ്ട് മഹാനുഭാവൻ പറഞ്ഞു. രണ്ടാമതായി ചോദിച്ചു, ചില സമയങ്ങളിൽ താങ്കൾ രാവിലെ വൈകിയാണ് എത്തുന്നതിൻ്റെ കാരണം താങ്കൾ എനിക്ക് വേണ്ടി ഒരു ജോലിക്കാരനെ നിശ്ചയിച്ച് തന്നിട്ടില്ല, എൻ്റെ സ്വന്തം കരങ്ങൾ കൊണ്ട് റൊട്ടി കുഴച്ച് ഞാൻ രാവിലത്തെ പ്രാതൽ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് വരുന്നത്. ഇത് കേട്ടപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. മൂന്നാമതായിട്ട് വീണ്ടും അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മൂന്നാമത്തെ കാരണമോ? ചില ദിവസങ്ങളിൽ താങ്കളെ പുറത്തേക്ക് കാണാറില്ല. ആ സമയം നിറഞ്ഞ കണ്ണുകളോടെ സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, എനിക്ക് ഈ ഒരു വസ്ത്രം മാത്രമേ ഉള്ളൂ, ചില ദിവസങ്ങളിൽ ഞാൻ അത് കഴുകിയിടും, അത് ഉണങ്ങാൻ വൈകുമ്പോ അത് ഉണങ്ങാൻ വേറെ വസ്ത്രങ്ങളില്ല, അതുകൊണ്ടാണ് എന്നെ ചില ദിവസങ്ങളിൽ പുറത്തേക്ക് കാണാത്തതെന്ന് പറയുമ്പോൾ കണ്ണു നിറഞ്ഞുകൊണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അൽഹംദുലില്ലാഹ് എന്ന് പറയുകയാണ്. നാലാമതായി വീണ്ടും ചോദിച്ചു, താങ്കൾ ചിലപ്പോൾ ബോധരഹിതനായി താഴെ വീഴുന്നുണ്ടല്ലോ, എന്താ കാരണം? മഹാനായ സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിൻ്റെ കാരണം ഇസ്ലാമിൻ്റെ പ്രബോധന ആരംഭകാലത്ത് ഞാൻ വിശ്വാസിയായിരുന്നില്ല. ഞാനന്ന് മക്കയിൽ നിൽക്കുമ്പോൾ അന്ന് തമീമിലേക്ക് ഒരു ആൾക്കൂട്ടം അങ്ങോട്ടേക്ക് ഓടുകയാണ്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രവാചകന്റെ ആദർശം സ്വീകരിച്ച ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ഹുബൈബിനെ തൂക്കിലേറ്റാൻ പോകുന്നു. ഞാനും ആ ഭാഗത്തേക്ക് പോയി. ഇന്ന് യുപിയിൽ ആൾക്കൂട്ട ആക്രമണങ്ങൾ നടക്കുന്നത് പോലെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കിലേറ്റാൻ വേണ്ടി പോകുമ്പോൾ മക്കാ മുശ്രിക്കുകൾ ബഹുദൈവ വിശ്വാസികളായ ബഹുഭൂരിപക്ഷം മനുഷ്യരും തമീമിലേക്ക് ഒരുമിച്ച് കൂടി. ഞാനിവിടെ നോക്കുമ്പോൾ ഹുബൈബിനെ ഒരു ഭാഗത്തേക്ക് പിടിച്ചിരുത്തിയിട്ടുണ്ട്. മക്കയിലെ മക്കാ മുശ്രിക്കുകളുടെ നേതാവ് ചോദിച്ചു, ഹുബൈബ്, താങ്കൾക്ക് അവസാനത്തെ ആഗ്രഹം എന്താണ്? ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ റബ്ബിനോട് എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. 2 റക്അത്ത് നമസ്കാരം അതിവേഗത്തിൽ ഹുബൈബ് റളിയല്ലാഹു അൻഹു നമസ്കരിച്ച് മടങ്ങി വന്നു. ശത്രുക്കൾ ചോദിച്ചു, മക്കാ മുശ്രിക്കുകൾ ചോദിച്ചു, ഇത്ര വേഗത്തിൽ താങ്കൾ നമസ്കരിച്ചോ? അതെ, ഞാൻ മരണത്തെക്കുറിച്ച് ഭയപ്പെട്ടത് കൊണ്ടാണ് നമസ്കാരം നീട്ടുമെന്ന് നിങ്ങൾ ചിന്തിക്കുമായിരുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ റബ്ബുമായി സുജൂദിൽ ദീർഘമായി പ്രാർത്ഥിക്കുമായിരുന്നു. മരണം മുന്നിലേക്ക് വരുമ്പോഴും ഭയപ്പാടിൻ്റെ ഒരാശങ്കയും കാണാത്ത ഹുബൈബിനെ കണ്ടുകൊണ്ട് ഞാൻ പരിഭ്രാന്തനായി വീണ്ടും ഹുബൈബിനെ തൂക്കുമരത്തിലേക്ക് എത്തിയിട്ട് മക്കാ മുശ്രിക്കുകളുടെ നേതാവ് ചോദിച്ചു, ഹുബൈബ്, ഈ തൂക്കുമരത്തിൽ നിന്ന് താങ്കളെ ഞാൻ മാറ്റാം, പക്ഷേ ഈ സ്ഥാനത്ത് താങ്കളുടെ നേതാവായ മുഹമ്മദിനെ ഞാൻ കൊണ്ടുവന്ന് പിടിച്ചു നിർത്താം
എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന് പറയുമ്പോ ഹുബൈബിന്റെ മുഖം ചുവന്നതെടുത്തു പരിഭ്രാന്തനായി കൊണ്ട് പറഞ്ഞു, എന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ ഒരു സൂചി കൊള്ളുന്നത് പോലും എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കിലേറ്റാൻ പോകുമ്പോൾ ഹുബൈബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ ഈ ആൾക്കൂട്ടം എന്നെ തൂക്കിലേറ്റുകയാണ്. ഈ ശത്രുക്കളെ ഒരാളെയും നീ വിട്ടയക്കരുത്, എല്ലാവരെയും നോട്ട് ചെയ്യണം. ഈ പ്രാർത്ഥനയെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഞാൻ ബോധരഹിതനായി താഴെ വീഴുന്നത് എന്ന് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ഭയപ്പാട് എന്തിനെ കുറിച്ചുള്ള ഭയപ്പാടാണ്? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ വിശ്വാസികളുടെ അടയാളമായി കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ, ഇന്നല്ലദീന ഹും അവർ മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ, തന്റെ രക്ഷിതാവായ അള്ളാഹുവിനെ കുറിച്ചുള്ള ഞെട്ടലോടുകൂടിയുള്ള ഭയപ്പാടുണ്ട്. റബ്ബിനെ അല്ലാതെ ലോകത്തൊരു ശക്തിയെയും വ്യക്തിയെയും അവർ ഭയക്കില്ല. റബ്ബിനെ കുറിച്ചുള്ള ഭയപ്പാട് അവരുടെ ഹൃദയാന്തരാളങ്ങളിൽ ഉണ്ടാകും. രണ്ടാമതായിട്ട് അല്ലാഹു പറഞ്ഞു, വല്ലദീനഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ, റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾ, അല്ലാഹുവിനെ നാം കാണുന്നില്ല, റബ്ബിനെ നാം കാണുന്നില്ല, നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. എങ്കിലും അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ നിരവധി ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു നമുക്ക് നൽകി. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ദൈവീക ഗ്രന്ഥമാണ് എന്നതിൽ അവർക്ക് സംശയമില്ലായിരുന്നു. റബ്ബിന്റെ ഓരോരോ ദൃഷ്ടാന്തങ്ങൾ, രാത്രി എന്ന ദൃഷ്ടാന്തം, പകലെന്ന ദൃഷ്ടാന്തം, മഴ എന്ന ദൃഷ്ടാന്തം, മനുഷ്യ സൃഷ്ടിപ്പിന്റെ അത്ഭുതകരമായ ഘട്ടങ്ങൾ വിശുദ്ധ ഖുർആൻ വരച്ചു കാണിക്കുമ്പോ ഇതെല്ലാം മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. റബ്ബിനെ കാണാതെ തന്നെ അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ ദൃഢമായി വിശ്വസിക്കുന്നവരായിരുന്നു. ഉലൈക ഹും യൂഖിനൂൻ, അവർ ദൃഢവിശ്വാസികളായിരുന്നു. മൂന്നാമതായി കൊണ്ട് അവരുടെ വിശേഷണമായി അല്ലാഹു പറഞ്ഞത്, വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ, അവർ റബ്ബിനോട്, പടച്ചനാഥനോട്, ഈ ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹുവിനോട് ഒന്നിനെയും പങ്കുചേർക്കുന്നവരല്ല. അതെ, ആകാശത്ത് നിന്ന് സൂര്യൻ ഉദിപ്പിക്കുന്നത് അല്ലാഹുവാണ്, രാത്രിയെ സംവിധാനിക്കുന്നത് അല്ലാഹുവാണ്, ഈ ലോകം നിയന്ത്രിക്കുന്നത് ഔലിയാക്കന്മാരല്ല, മഹാരഥന്മാരല്ല, പ്രവാചകന്മാരല്ല, അല്ലാഹുവാണ് എന്നവർക്ക് ദൃഢമായ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ആ റബ്ബിനോട് അവർ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. അവരുടെ പ്രാർത്ഥനകളും അവരുടെ വഴിപാടുകളും അവരുടെ നേർച്ചകളും റബ്ബിന് മാത്രമായിരിക്കും. ആലോചിച്ചു നോക്കുക പ്രിയമുള്ളവരെ, സമകാലിക സംഭവങ്ങൾ നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ വിശ്വാസികളായ മുഅ്മിനീങ്ങളാണെന്ന് അഭിമാനിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും കടുവയിൽ തങ്ങളോട് പ്രാർത്ഥിക്കുന്നവർ, ഭീമാപ്പള്ളി ഉമ്മച്ചയോട് പ്രാർത്ഥിക്കുന്നവർ, സഹോദര സമുദായ അംഗങ്ങളിൽ നിന്ന് ചിന്തിച്ചു നോക്കിയാൽ തിരുവനന്തപുരം സിറ്റിയിൽ വേളാങ്കണ്ണി മാതാവിനോടും അതുപോലെ തന്നെ ആറ്റുകാൽ അമ്മയോടും ഉമ്മമാരോടും ബീവിമാരോടുമുള്ള പ്രാർത്ഥനകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്ന് 5 നേരത്തെ നമസ്കാരത്തിലൂടെ ഒരു വിശ്വാസി പ്രാർത്ഥിച്ചിട്ട് എങ്ങനെയാണ് ജാറങ്ങളോട്, ആ ഖബറുകളോട്, മനുഷ്യരോട്, മലക്കുകളോടും ജിന്നുകളോടും പ്രാർത്ഥിക്കാൻ കഴിയുന്നത്? മസ്ജിദുകൾ അല്ലാഹുവിന് വേണ്ടിയിട്ടുള്ളതാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, മസ്ജിദുകൾ അല്ലാഹുവിന് വേണ്ടിയിട്ടുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അവിടെ നിങ്ങൾ അല്ലാഹു അല്ലാതെ മറ്റൊന്നിനോടും നിങ്ങൾ പ്രാർത്ഥിക്കരുത്.
പ്രിയമുള്ളവരെ, നാം ചിന്തിക്കേണ്ടത് ലോകത്തിന്റെ സൃഷ്ടാവായ രാത്രിയെയും പകലിനെയും സംവിധാനിച്ച മലമൂത്ര വിസർജനങ്ങളില്ലാത്ത മനുഷ്യരെ പോലെയല്ലാത്ത സർവജ്ഞനായ സർവാധിനാഥനായ റബ്ബിനെ മാത്രം ആരാധിക്കണമെന്നാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഒരു വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നുണ്ടാകുന്ന കർമ്മങ്ങൾ മാത്രമാണ് നമ്മുടെ നമസ്കാരമാണെങ്കിലും നമ്മുടെ നോമ്പാണെങ്കിലും നമ്മുടെ സക്കാത്ത്